അപ്പു അമ്മയാണ്. ആ അമ്മേ, അപ്പുവാണ്. ആ ലേറ്റായിരുന്നു. ശരി ശരി, ഓക്കെ. അമ്മയെ കണ്ടിട്ട് 5 വർഷം കഴിഞ്ഞു. എന്താ അമ്മേനെ മാത്രം തനിച്ചാക്കിയേ? കൂടെ കൊണ്ടുപോകാറുന്നില്ലേ? അച്ഛൻ കുറേ ശ്രമിച്ചതാ, നടന്നില്ല. പിന്നെ ചന്ദ്രേട്ടനെ അറിയാലോ, അമ്മയ്ക്ക് ഈ പശുവും പാടന്ന് കളഞ്ഞ് വരാനും പറ്റില്ല. അത് ശരി. ആ ചന്ദ്രേട്ടാ, നമുക്ക് ലെഫ്റ്റ് പോവാ. അപ്പൊ വീട്ടിലേക്കല്ലേ? അല്ല, എനിക്കൊരാളെ കാണാനുണ്ട്. ഇതിപ്പോ ആരാ ഇവിടെ കാണും? അല്ല, അതിപ്പോ അമ്മ അവിടെ കാത്തിരിക്കല്ലേ? എൻ്റെ ഒരു ചങ്ങാതിയാ. ഓ, അമ്മേനൊക്കെ വലുതാണോ ചങ്ങാതി? പറയണെ കൊണ്ട് ഒന്നും തോന്നരുത്. 5 കൊല്ലായിട്ട് കാത്തിരിക്കല്ലേ അമ്മ അവിടെ. അമ്മേനെ കണ്ടിട്ട് പോരെ ചങ്ങായിമാരൊക്കെ? ഏയ് അത് പോരാ, എനിക്കവനെ ആദ്യം കാണണം. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ ചങ്ങായിമാരാണല്ലോ എല്ലാം അല്ലേ? ചന്ദ്രേട്ടൻ കളിയാക്കിയതാണെങ്കിലും എൻ്റെ കാര്യത്തിൽ എങ്ങനെയാ, ഞാൻ ഈ അമേരിക്ക പോയത് പോലും അവന് വേണ്ടിയിട്ടാ. അതൊക്കെ പറഞ്ഞാൽ ചന്ദ്രേട്ടൻ മനസ്സിലാവുമെന്ന് അറിയില്ല. എന്താ മനസ്സിലാവാതിരിക്കാം, മലയാളല്ലേ? അപ്പു പറ കേക്കട്ടെ. അപ്പുവേ, അപ്പു അപ്പുവോ? ആ കുട്ടുവോ? എന്തത്ര രാവിലെ? ഇന്ന് ട്യൂഷൻ ഉണ്ടോ? ആ ഉണ്ട്. അപ്പു എണിച്ചില്ല അമ്മേ? ഇന്ന് ട്യൂഷൻ ഇല്ല എന്നാണല്ലോ ഓൻ പറഞ്ഞത്. അപ്പു, കുട്ടു പേപ്പറൊക്കെ കിട്ടിയോ? കിട്ടിയല്ലോ. എന്നിട്ട് അപ്പു പറഞ്ഞത് നീ കിട്ടണ്ടെന്നാണല്ലോ. ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? മാത്സ് കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടിയോടാ? ഇല്ല, കിട്ടിയിട്ടില്ല. നീ അവനെ പേടിപ്പിച്ച് നുണ പറയിക്കണ്ട. ഇല്ലമ്മേ, എനിക്കൊരു അവധം പറ്റിയതാ, മാത്സ് കിട്ടിയിട്ടില്ല. ശരി ശരി, നീ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. കോപ്പേ, നിന്നോട് 1000 തവണ പറഞ്ഞത് ഞായറാഴ്ച ഇങ്ങോട്ട് കെട്ടിയെടുക്കരുത്. അത് പിന്നെ ട്യൂഷനിലുണ്ടല്ലോടാ. എന്ത് ട്യൂഷൻ? എനിക്കത് പോയാ പോരെ? അതല്ലടാ, നീയോടെ അവൻ്റെ ഒരു കൂട്ട് അല്ലേ. ഇന്നിനി ഏരിയ കണ്ടുപോരുത്. പോയിക്കേ. ഒന്ന് വാടാ, ഞാൻ ഒറ്റയ്ക്ക് പോണ്ടാ. ഒന്ന് പോയിക്കേടാ. വാടാ. മിണ്ടരുത്, പൊക്കോണം. അവനിവിടെ പോയോ? ആ പോയി. പല്ലി വെച്ചിട്ട് ചായ കുടിക്കടാ. നീ ഇന്ന് ട്യൂഷന് പോണില്ലേ? അതിന് ട്യൂഷൻ ഇല്ലല്ലോ. ഇന്ന് ട്യൂഷൻ ഇല്ലേ അല്ലേ? ആ, അച്ഛൻ ഒന്ന് വിളിക്കട്ടെ, ഞാൻ ശരിയാക്കി തരാം. ഇതാ പൂവല്ലേ, ട്യൂഷനെങ്കിൽ ട്യൂഷൻ. പണ്ടാരം. എൻ്റെ ഒരു കാര്യം. നീ ഇതപ്പോ വന്നു? എല്ലാവരും മാത്സ് നോട്ട് എടുത്തേ. ഹോംവർക്ക് ചെയ്യാത്തവരൊന്ന് എഴുന്നേറ്റേ. ഹോംവർക്ക് ചെയ്തോ? ആ ചെയ്തു. നീ ചെയ്തോന്നല്ല, ഞാൻ ചെയ്തു. ഇതാണ് മോനെ അന്നെ ഞാൻ കൊല്ലാതിരിക്കണ ഒറ്റ കാരണം. അപ്പുകുട്ടൻ, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാ? ചതിക്കല്ലേ? ഒന്ന് മാറോ? അപ്പു, നീ വരുന്നുണ്ടാ? ഞാൻ വരണു. 5 മിനിറ്റ് നിൽക്കടാ. അവൻ പൊക്കോട്ടെ, വെറുതെ എന്തിനാ അവനെ പിടിച്ചെടുത്തത്? അല്ലെങ്കിൽ ആ തെണ്ടി നേരെ പോണതേ എൻ്റെ അമ്മ അടുത്തേക്കായി. ഞാൻ പോവാണേ, വീട്ടിൽ പോയിട്ട് പണിയുണ്ട്. ഡാ നിക്കടാ, ഡാ വരണേ. ഇവിടെ നിന്ന് ഇമാതിരി ഐറ്റംസിനെ ഒന്ന് ഒഴിവാക്കി കൂടാ. അയ്യോ അങ്ങനെ പറയല്ലേ, എൻ്റെ അമ്മയുടെ തെത്തുത്തന്ന എന്നേക്കാ വിശ്വാസമാണ്. അമ്മേനെ മാത്രല്ല അപ്പൂൻ്റെ. എനിക്കറിയാം, ഇന്നാളെ അവന് വേണ്ടിയിട്ടല്ലേ നീ സാബുമായിട്ട് അടി ഉണ്ടാക്കിയ. അതെ, ഇവനൊരു പാവമായോണ്ടേ എല്ലാവരും എൻ്റെ തലയിൽ കയറും. എന്നിട്ട് നിങ്ങൾ തമ്മിൽ എപ്പോഴും അടികൂടലാണല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അതങ്ങനെ സ്നേഹ, ഞങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പുറത്തു നിർത്തും ചൊറിയാൻ വന്നത് ഞാൻ നോക്കിയിട്ടില്ല. എന്നാ ഞാൻ പോട്ടെ. പോയിക്കോ, അവനേ ഒരു ലൈനില്ലാത്തതിൻ്റെ കേടാ. ആ അത് ശരിയാണല്ലോ, നമുക്ക് അവൻ ലൈൻ ഒപ്പിച്ചു കൊടുത്താലോ? അവൻ്റെ ഈ സ്വഭാവങ്ങൾ മാറി കിട്ടൂലോ. അതിന് കാട്ടുമകൻ ആര് പോയി നിൽക്കാനാ? നീ വിചാരിച്ച് നടക്കും. അറിയുന്നുണ്ടോ? ആ, ഒരാളുണ്ട് എൻ്റെ ക്ലാസ്സിലെ പ്രീതി. ഓ, അതിന് നല്ല ഞാൻ അവനെ കൊല്ലണല്ലേ. അതിന് ശരിക്കും പ്രേമിക്കാനൊന്നുമല്ലല്ലോ, ഇവനൊന്ന് ശരിയാക്കി എടുക്കാനല്ലോ. ശരിയാണ്, പക്ഷേ സീരിയസ് ആവോ? അതൊന്നും ആവില്ല. അവളിതൊക്കെ എത്ര കണ്ടതാ. എടാ ഞാൻ പോണു. ഞാൻ പോട്ടെ, ഞാൻ അവളോട് സംസാരിക്കോ? നീ സംസാരിച്ചാൽ മതി. എന്നാ ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. ആടാ പോവാ.
ചേട്ടാ 2 ജ്യൂസ്. ആ ഇരുന്നു. എന്നിട്ടോ? എന്നിട്ടെന്തായി? അങ്ങനെ സ്നേഹ തന്ന നമ്പറിൽ പ്രീതിയെ വിളിച്ച് സംസാരിച്ചു. ഉം. ഞാൻ വിചാരിച്ചു വലുതായിരുന്നു പ്രീതി എന്ന സത്യം. ഒരുപാട് കണ്ടീഷൻസ് എല്ലാം ഞാൻ സമ്മതിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ ഷൈനസ് ഒന്ന് മാറ്റുന്നുണ്ടായിരുന്നു. ആ ചിലവൊക്കെ ചെയ്യാം. നീ എങ്ങനെയെങ്കിലും അവൻ നന്നാക്കി തന്നാൽ മതി. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ അഭിനയാണെങ്കിൽ എനിക്ക് മനീഷിനോടൊന്ന് ചോദിക്കണം. മനേഷോ? അപ്പോൾ പ്രകാശനോ? പ്രകാശനോ? അതൊക്കെ എന്നേ വിട്ട കേസാണ്. മനേഷ് സമ്മതിച്ചില്ലെങ്കിലോ? അക്കാര്യം എനിക്ക് വിട്ടേക്ക്. അപ്പൊ അവന്റെ കാര്യം നോക്കിയാൽ മതി. ഓക്കെ ബൈ, നാളെ കാണാം. എന്താടത് നേരിട്ട് എന്ത് സംസാരിക്കണമെന്ന് പോരാണ്ടാണോ? ഇത് മോനെ എനിക്ക് വന്ന കോളല്ല, നിനക്ക് വന്ന കോളാണ്. എന്ത് കോളി? ഒന്ന് പോടന്നാണോ പറയുന്നത്? ശരിക്കുണ്ടാ നമ്മുടെ സ്കൂളിൽ ഒരു കൊച്ചിന് ഇനി ഇഷ്ടാത്രേ, അവളെ തന്നെ വിളിച്ചേ. എന്നെ ഇഷ്ടോ? ഒന്ന് പോടേക്കാം. ആടാ ശരിക്കും. നിനക്ക് സ്നേഹയുടെ ക്ലാസ്സിലെ പ്രീതിനെ അറിയോ? അവളെ എന്നെ വിളിച്ചേ. ഏത് പ്രീതി? നീ കെട്ടല്ലേ അപ്പു? നിനക്കതിനാരെ അറിയാ? ഈ എന്നെ അല്ലാതെ. ആ അതല്ലാണ്ട് എനിക്ക് ആരും അറിയും വേണ്ട. അതുകൊട്ടെ ഏതാ ഈ പെൺകുട്ടി? അവൾക്ക് എന്തിനു സുഖടാ? അത് എന്നോട്. നീ FB-യിൽ പ്രീതി വിജയ് അടിച്ചോ, അപ്പൊ കാണാം. ഇതിലോ? ഓ സോറി, ഞാൻ കാണിച്ചു തരാം. എന്താ ഈ കുട്ടിക്കോ? ഞാനിത് വിശ്വസിക്കില്ല. നീ എന്നെ കെട്ടണം, അതെനിക്ക് മനസ്സിലായി. ചേടാ ഇതെങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുക? ആ കുട്ടി നിന്നോട് നേരിട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാവോ? എടാ അപ്പൊ നീ സീരിയസ് ആയിട്ട് പറ. ആ കുട്ടിക്ക് എന്താ എന്നോട് ഇങ്ങനെയൊക്കെ? നീ എന്തിനാടാ വെറുതെ ടെൻഷൻ അടിക്കണേ? നമുക്ക് നോക്കാലോ. നീ അങ്ങോട്ടല്ലോ, അവൾ ഇങ്ങോട്ടല്ലേ, പിന്നെന്താ? എന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ. ഒക്കെ പറ്റണ്ടാ, ഞാനില്ലേ കൂടെ. പ്രീതി വിജയ്. ഞാൻ വിചാരിച്ചൊരു കാര്യത്തിൽ അവർ തമ്മിലെടുത്തു. ഞങ്ങൾ തമ്മിൽ കാണുന്നതിൽ കൂടുതൽ അവർ കണ്ടു, സംസാരിച്ചു. അവനിലുണ്ടായ മാറ്റം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ക്ലാസ്സിലേക്കുള്ള അവൻ്റെ വരവ് കുറഞ്ഞു. പകരം പണിക്ക് പോയി, ഫോൺ മാറ്റി, സ്റ്റൈൽ മാറ്റി. എന്നോടൊപ്പം വരാനോ ഇരിക്കാനോ എന്തിന്? അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന എൻ്റെ അമ്മ അടുത്ത് പോലും വരാതെ. ചെറിയൊരകലം എനിക്ക് എവിടെ ഫീൽ ചെയ്തു. രമേശ് 20, സുമേഷ് 18, ഷീന 23, ഫൈസൽ 8. ക്ലാസ്സിൽ വരൂല, പിന്നെ എങ്ങനെയാണ് ജയിക്കുക? കൈ നീട്ടിക്കട്ടെ. അപ്പു 20, കുട്ടൻ 10. എന്താ അത് കുട്ടാ, നിനക്ക് എന്താ പറ്റിയത്? ക്ലാസ്സിൽ ടോപ്പറായിരുന്ന കുട്ടൻ തോറ്റിരിക്കുന്നു. ഇപ്പോൾ ട്യൂഷന് സ്ഥിരമായിട്ട് വരുന്നില്ല എന്ന് ടീച്ചേഴ്സ് പറയുന്നുണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? കൈയും കൂടെ നീട്ട്. നിതീഷ് 20, വിനീത 12. നീ ഇരിക്കും, എനിക്ക് കുറച്ച് കാര്യം പറയാം. ഇപ്പൊ ടൈമില്ല പോ, ഞാൻ വൈകുന്നേരം തോട്ടേക്ക് വരാം. ഇപ്പൊ ഞാൻ പോവാണ്. അന്ന് കാണാമെന്ന് പറഞ്ഞു പോയ ആളെ
പിന്നെ കാണുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നേ അറിഞ്ഞു. എല്ലാം തുറന്നു പറയാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായില്ലേ? കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ സ്കൂളിലെത്തുന്നത് സെൻഡ് ഓഫിൻ്റെ തലേന്നാണ്. അതും ക്ലാസ് വിട്ട് കുട്ടികളെല്ലാം പോയി കഴിഞ്ഞു. ഓടിക്കെത്തിച്ച് അവനെത്തി. നീ എന്താ ഈ നേരത്ത്? നീ എവിടെയായിരുന്നു? നിന്റെ കയ്യിലെന്താ? ഇന്നവിടെ ബർത്ത്ഡേ ആടാ. ഞാൻ പോരാ, ഞാൻ അത് കൊടുത്തിട്ട് വരാം. നീ ഒരു കോപ്പും കൊടുക്കണ്ട. എന്നെ കണ്ട് കുറേ ദിവസമായി. എനിക്കോട് സംസാരിക്കാണ്ട്. നീ ഇങ്ങോട്ട് വാ. എടാ അവളിപ്പോൾ കൂടാ. അവളെയും കണ്ടിട്ട് ഒരാഴ്ച. പ്ലീസ് ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. നീ വിട്ടോ? പറയടാ. എടേ തോട്ട് വയ്ക്കലോ? എന്താ ഈ നേരത്ത്? ശരി ഇപ്പൊ വരാം. അമ്മ എപ്പോൾ വരാം? കുട്ടൻ്റെ അടുത്തേക്കാ. പെണ്ണാളെ അതിരാടും മെഴിയാളെ തമ്പുരാനെത്തിയിടും മുന്നേ കരിങ്കാരിൻ കോര മറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മെഴിയാളെ തമ്പുരാനെത്തിയിടും മുന്നേ കരിങ്കാരിൻ കോര മറിച്ചാട്ടെ. തകതിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര. എന്താ ബീറോ? നീ ഇതും തുടങ്ങിയോ? ഇടുതാടാ. ഓ നിന്റെ മറ്റവളെ പിറന്നോളൊക്കെ ആവശ്യക്കാവൂലേ? കാണിക്കാനോടാ കോപ്പേ? എന്നോട് നീ വരാൻ പറഞ്ഞേ. ഇന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താടാ ഞാൻ കഴിക്കുക? അത്രയ്ക്ക് സന്തോഷത്തിലാടാ ഞാൻ. ഇനി പറയടാ, എങ്ങനെ ഞാൻ സന്തോഷിക്കാണ്ടിരിക്കുക? സോറിടാ, ഞാൻ അറിഞ്ഞില്ല. അവള് പോണി പോട്ടറാ. എനിക്കതിൽ സങ്കടമൊന്നുമില്ലടാ. അല്ലെങ്കിലും അവൾക്കൊന്നും പറ്റിയ ആളല്ല. അവൾക്കെന്നല്ല ആർക്കും. എത്ര ദിവസം ഉറക്കം വെച്ച് പണിക്ക് വേണ്ടെന്നറിയോ? എല്ലാം വെറുതെ. ആടാ നമുക്ക് വീട്ടിൽ പോവാ. ഞാനില്ല, നീ പോക്കോ. ഞാൻ കുറച്ചേരം കൂടി കൊണ്ടിരിക്കട്ടെ. അമ്മയാണ്. പാടാ നമുക്ക് വീട്ടിൽ പോവാ. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. നിന്റെ വീട്ടിൽ നിന്റെ അമ്മ ഒറ്റയ്ക്കല്ലേ? കുഴപ്പമില്ലടാ, ഞാൻ നടന്നു നോക്കടാ. എന്നാലേ വീട്ടിലെത്തുമ്പോ ഒന്ന് ഓക്കേ ഉള്ളൂ. എന്തേലും ആവട്ടെ, നീ വേഗം ചെല്ലി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ക്ലാസ്മേറ്റ് ആയിരുന്ന സുരേഷിൻ്റെ ഒരു കോളിൽ നിൽക്കുന്നു. ഹലോ ഡാ, നമ്മുടെ കുട്ടൂന് സുരേഷേ. നീ എത്തിയോ? കുട്ടൂന് സീരിയസ് ആടാ. ഇവരുടെ വണ്ടിയാ അവനടിച്ചത്. കുട്ടൂനെന്തായാലും പറ്റിയാണല്ലോ. എൻ്റെ ഉന്നേട്ടാ, ഞങ്ങളുടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങളോട് വന്നിക്കൂ. രാത്രിയല്ലേ ഞങ്ങൾക്ക് സുഖമായിട്ട് അവിടെ ഇട്ടു പോയായിരുന്നു. പിന്നെ പറയുന്ന തോന്നരുത്. പുള്ളി ഫ്രണ്ടിക്ക് ചടിപോലെ എനിക്ക് തോന്നി. അവനിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ ആരാണ്? കുട്ടൂൻ്റെ ഫ്രണ്ടാ. കം വിത്ത് മീ. സീ മിസ്റ്റർ അപ്പു, കുട്ടൻ്റെ ജീവന് അപകടമൊന്നുമില്ല. ബട്ട് സർ, അങ്ങനെ ഓക്കെ, ക്യാരി ഓൺ. താങ്ക് യു സർ. പക്ഷേ കുട്ടൻ്റെ സ്പൈനൽ കോഡിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരു പക്ഷേ അയാളിനി നടക്കുമോ എന്ന് സംശയമാണ്. ഏയ് എന്തായതപ്പോ? കരയായിരിക്കൂ. ഇനി വേണ്ടത് കുട്ടന് മനഃശക്തിയാണ്. ഒരു പക്ഷേ ശരിയായ ചികിത്സ കൊടുത്താൽ മിറക്കിൾ സംഭവിച്ചുകൂടുന്നില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പോയി കുട്ടനെ കണ്ടു.
നീ എത്തിയോ? അപ്പോൾ ഞാൻ പോയില്ലേ അല്ലേ? അപ്പോൾ നീ മനഃപൂർവ്വമായിരുന്നുല്ലേ? എന്തിനായിരുന്നുടാ ഒരു പെണ്ണ് ചതിച്ചു എന്ന് കരുതിയിട്ടോ? അപ്പം നിനക്ക് ഞങ്ങളൊന്നും ആരുമല്ല അല്ലേ? ഒരു പെണ്ണ് ചതിച്ചു എന്ന് പറഞ്ഞ് ചാവാൻ മാത്രം വീട്ടിലല്ലടാ നിന്റെ ഈ കുട്ടു. പിന്നെ എടീ, നീ എന്നെ ചതിക്കായിരുന്നുല്ലേ? നിന്നെ ചേച്ചാ ഞാനല്ല, നിന്റെ പുന്നാർ ചങ്ങാതി അപ്പുവാ. അവൻ പറഞ്ഞിട്ടാ ഞാൻ അഭിനയിച്ചത്. എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ അവനോട് പോയി ചോദിക്കേ, അല്ലാതെ എന്നോടല്ല. അവള് പറഞ്ഞു ശരിയാടാ, നിന്നൊന്ന് ശരിയാക്കി എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചോളൂ. ഇങ്ങനെയൊക്കെ ആവും വിചാരിച്ചില്ല. എന്റെ തെറ്റാ, നീ എന്നോട് ക്ഷമിക്കണം. പിന്നെ എൻ്റെ ജീവിതം അവനോടൊപ്പം ഹോസ്പിറ്റലായി. പരീക്ഷയ്ക്ക് മാത്രം സ്കൂളിൽ പോയി. എൻ്റെ അമ്മ കുട്ടുവിനെ സ്വന്തം മകനെ പോലെ നോക്കി. എൻ്റെ റിസൾട്ട് വന്നതും കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. അച്ഛൻ എന്നെ അമേരിക്ക കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ എതിർത്ത് നോക്കി. കുട്ടുവിനെ കരുതിയാണ് ഞാൻ പോവാതിരിക്കണമെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് അവനോട് അല്പം നീരസമായി. അമ്മ അത് കുട്ടുവിനോട് തുറന്നു പറഞ്ഞു. അമ്മ പോയോ? എന്തായി നിന്റെ അമേരിക്ക പോണ കാര്യം? അമേരിക്കയിലോ? ഞാനെങ്ങും പോകുന്നില്ല. നീ അതെങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞോ? അതെന്താ നീ പോവാത്ത? എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമാണോ അത്? നീ പോണം. എവിടെയെങ്കിലും പഠിച്ചാൽ പോരെ? ഇവിടെ ഡിഗ്രി ഇല്ലേ? അത് പോരാ, നീ പോണം. നിനക്ക് പോകാൻ തടസ്സം ബാക്കിയേക്കണ ഈ ജീവനാണെങ്കിൽ അതങ്ങോട്ട് ഇല്ലാണ്ടാക്കും ഞാൻ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പോയ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. എൻ്റെ കാര്യം നോക്കി നിന്റെ ജീവിതം കളയണ്ട. ഇതിങ്ങനെയൊക്കെ പൊക്കും. ഒടുവിൽ ഞാൻ പോവാൻ തീരുമാനിച്ചു. കുട്ടുവിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മയെ ഏൽപ്പിച്ചു. അമേരിക്കയിലെത്തി കോഴ്സിന് ചേർന്നെങ്കിലും പഠിപ്പൊന്നും നടന്നിരുന്നില്ല. സമയം കണ്ടെത്തി കുട്ടുവിനെ വിളിക്കായിരുന്നു പ്രധാന പണി. അതും പ്രശ്നമായി. അച്ഛൻ കുട്ടുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഓ, എന്നിട്ടോ? അവനെൻ്റെ കോളുകൾ എടുക്കാതെ. അമ്മ അവൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ വിളി. അതിനിടയിൽ അവനൊരു നേഴ്സിംഗ് ഹോമിലേക്ക് മാറ്റി. ഓഹോ. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കുട്ടുവിന് വലിയൊരു മാറ്റം ഉണ്ടായി. കിടക്കയിൽ നിന്നും വീൽ ചെയറിലെത്തി. അതെനിക്കുണ്ടാക്കിയ സന്തോഷത്തിന് അതിലില്ല. അത് വലിയൊരു നേട്ടമായാലോ. ഞാനും അച്ഛനും കൂടി അമേരിക്കയിലെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി കുട്ടുവിൻ്റെ പേപ്പറെല്ലാം കാണിച്ചു. പോസിറ്റീവായിരുന്നു. ഞാനത് പറയാൻ അമ്മയെ വിളിച്ചു. ആ പറ മോനെ, ഒരാഴ്ചയിലോ വിളിച്ചിട്ട്? എന്തു പറ്റി? തിരക്കിലായിരുന്നു അമ്മേ. അമ്മ കുട്ടുവിൻ്റെ അടുത്ത് പോകാറില്ലേ? എത്ര നാളായി അവനെ വിളിച്ചിട്ട്. നാളെ പോവോ? പോയാലോടൊന്ന് മിസ്സടിക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. അപ്പു, നീ അവൻ്റെ കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് അമ്മയെ വിളിക്കണത്. അമ്മ അവിടെ തനിച്ചാണ്. എപ്പോഴെങ്കിലും അമ്മയ്ക്ക് സുഖമാണെന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളെ കൊടുത്ത് തള്ളി നീക്കണേ ജന്മം വെറുതെ മനസ്സിലായി. പിന്നീട് ഒരിക്കൽ പോലും കുട്ടുവിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. കോഴ്സ് ഒന്ന് തീവ്രം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ സുരേഷിന് ഒരു വട്ടം കണക്ട് ചെയ്തു. കുട്ടുവിനെ വടക്കാഞ്ചേരിയിലുള്ള അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നറിഞ്ഞു. ഓഹോ. അവൻ ആരായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അതിനുശേഷം അവൻ്റെ ഒരു വിവരം എനിക്കില്ല. ദേ അമ്മ പിന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ആ അമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശരി ശരി. ചന്ദ്രേട്ടാ, അപ്പൊ അമ്മയോട് കുട്ടുവിന്റെ കാര്യം പിന്നെ ചോദിച്ചില്ലേ? ഇല്ല. അവൻ്റെ വിവരങ്ങൾ അറിയാതെ കഴിഞ്ഞ 2 വർഷം കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയുള്ളൂ.
എത്താറായി അപ്പു? അപ്പു പറഞ്ഞ സ്ഥലം ഏകദേശം എത്തിയെന്ന് തോന്നുന്നു ഇല്ലേ? എനിക്കും കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഒരിക്കലും മാത്രമാണ് അവൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത്. നിർത്തേട്ടാ. എത്തിയോ? അപ്പോ അതേ, ആ പയ്യൻ്റെ അമ്മ മരിച്ചതിന് ശേഷമേ അവൻ്റെ അമ്മാവൻ അവനെ കൊണ്ടുപോയെന്നാണ് അയാൾ പറഞ്ഞത്. അവൻ്റെ അമ്മ? ഈശ്വര, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അവൻ്റെ അമ്മാവൻ്റെ വീട് അറിയോ? കറക്റ്റ് അറിയില്ല. പട്ടായം ഭാഗത്ത് എവിടെ തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോയേക്കാം. ആ, വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി, ഓക്കെ, ശരി. എന്താ അവർ പറഞ്ഞത്? അവർക്കറിയില്ല അത്രേ. ഈ അമ്മയെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട്. ഇവര് കാരണമാണ് അവനും അമ്മയും നമ്മുടെ നാട്ടിൽ വാടകയ്ക്കൊന്നും താമസിച്ചിരുന്നത്. അവരവനെ ഓടിച്ചു കാണും, പാവം. അപ്പം ഇവിടെ ചോദിച്ചിട്ടേ അമ്മ വീണ്ടും വിളിച്ചിരുന്നു. ഇനി വീട്ടിലേക്കല്ലേ? ആ, നിരാശപ്പെടണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലേ എന്തേട്ടാ, അവന് ചെന്നൈയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓ, അത് ശരി. ഞാനായിട്ട് ഇല്ലാതാക്കിയ ജീവിതം ഞാനായിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. എന്നാൽ നമുക്ക് പോവല്ലേ? ആ, എത്തിയോ? എത്ര കാലായി എന്റെ കുട്ടിയെ കണ്ടിട്ട്. എന്ത് കോലാടത്? ആ ചന്ദ്രേട്ടാ, കേറിക്ക്. പെട്ടി ഇങ്ങോട്ട് തന്നോളൂ. നിങ്ങൾ എന്താ അത്ര വൈകിയത്? അത് പിന്നെ അപ്പൂൻ്റെ ഒരു ചെങ്ങായിനെ കാണാൻ വേണ്ടി കുറച്ച് കറങ്ങി. ആ, എനിക്ക് തോന്നി. എന്നിട്ട് കണ്ടോ? വണ്ടി ഇറങ്ങിയ നേരെ ഇങ്ങോട്ടല്ലേ പോരേണ്ടത്? അതിനെങ്ങനെയാ? എന്നെക്കാളും വലുത് എൻ്റെ മകൻ അവൻ്റെ ചെങ്ങായിയാണല്ലോ. അയ്യോ, അമ്മ നിന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞല്ലേ. അമ്മ കാണിച്ചു തരാൻ കുട്ടൂനെ. ചന്ദ്രേട്ടാ, വെള്ളം കുടിക്കും. ആ, നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട്. അപ്പൂ, നിന്നെ ഇനി വിളിക്കാത്തതിനോ പറയാത്തതിനോ അവനെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഞാൻ എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് എങ്ങനെയാലും അവൻ കണ്ടാൽ മതി. മോനെ, കുട്ടു. സുഖനാ? താടിയൊക്കെ വെച്ച് മൊഞ്ചനായിണ്ടല്ലോ. പ്രീതിയോ? ഇവളെന്താ ഇവിടെ? കുട്ടൂനെ കൊണ്ടാക്കിയ നഴ്സിംഗ് ഹോമിലെ നഴ്സായിരുന്നു പ്രീതി. നിന്നോട് പറഞ്ഞ നീ സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ടാ നിന്നോടൊന്നും പറയാഞ്ഞേ. എന്നോട് ക്ഷമിക്കടാ. ഏയ്, നിന്റെ ഇഷ്ടങ്ങളല്ലടാ എനിക്ക് വലുത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിന്നെ കാണരുതെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. നമുക്കൊന്ന് നടത്തണ്ടേ? ഞാൻ ഉണ്ട് കൂടെ. അമ്മേ, നമുക്കിറങ്ങിയാലോ? പോട്ടെ മോളെ. കുട്ടു, പിന്നെ വരാട്ടാ.
കുട്ടു നീയാടാ ഭാഗ്യവാനായ കാമുകൻ. ഇനിയിപ്പോ നമ്മുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അല്ലേ? ഡാ, അപ്പോ ഞാൻ വെറുതെ പറഞ്ഞാടാ. എന്നാ പോട്ടെടാ കള്ള കാമുക. നാളെ വരാട്ടാ.